2025 സെപ്റ്റംബർ 20 നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിനെ ചൊല്ലി വിവാദം പുകയുകയാണ്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള വികസന പദ്ധതികൾ ചർച്ച ചെയ്യാനായിരുന്നു പമ്പയിൽ സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. സംഗമം നടത്തിപ്പിൽ ഗുരുതര ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന് പിന്നാലെയാണ് ചർച്ചകളുടെ തുടക്കം. കരാറിലും നടത്തിപ്പിലുമെല്ലാം ക്രമക്കേടുണ്ട് എന്ന വാർത്തകൾ പുറത്തുവന്നു. അയ്യപ്പ സംഗമത്തിനിടെ നടത്താത്ത പരിപാടിക്ക് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് നൽകിയെന്ന പ്രചാരണമാണ് ഇന്ന് വിവാദമായത്. അയ്യപ്പ സംഗമത്തിലെ നഷ്ടക്കണക്കുകളുടെ യാഥാർത്ഥ്യം എന്ത്? ആദ്യം കാണാം RDX റാപ്പ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉദ്ഘാടനത്തിന് മുൻപ് നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി നടത്തിയെന്ന പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് നൽകിയെന്നും നടത്താത്ത പരിപാടിയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചെന്നുമായിരുന്നു പ്രചാരണം. എന്നാൽ ഇത് ബില്ലല്ല, പ്രപ്പോസലാണെന്നാണ് പരിപാടി സംഘടിപ്പിച്ച ഉരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ വ്യക്തമാക്കുന്നത്. 8 ലക്ഷം രൂപയുടെ ബില്ല് നൽകിയിട്ടുണ്ട്, എന്നാൽ അത് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിലല്ല, പരിപാടി നടത്തിയ ഇഷാൻ ദേവിന്റെ പേരിലാണ്. അയ്യപ്പ സംഗമത്തിൽ പരിപാടിക്കായി ബന്ധപ്പെട്ടെങ്കിലും തിരക്കായതിനാൽ അസൗകര്യമറിയിച്ചെന്ന് നന്ദഗോവിന്ദം ഭജൻസും സ്ഥിരീകരിച്ചു. 7 കോടിയിലധികം ചെലവായ പരിപാടിക്ക് 3 കോടിയാണ് ദേവസ്വം ബോർഡ് നൽകിയത്. ബാക്കി തുക ലഭിക്കാനുണ്ടെന്നും ഏജൻസി വ്യക്തമാക്കി. 3 കോടി നൽകിയെന്നാണ് ദേവസ്വം ബോർഡും പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിൽ കൂടുതൽ തട്ടിപ്പിന്റെ സൂചനകളുണ്ടെന്നും പ്രചാരണമുണ്ടായിരുന്നു. പുതിയ റിപ്പോർട്ടിന്മേൽ അന്വേഷണം വേണമെന്നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ആവശ്യം. അയ്യപ്പ സംഗമം സംഘാടനത്തിനായി ദേവസ്വം ബോർഡ് ചെലവഴിച്ചത് 3 കോടി മാത്രമാണെന്നും ഇത് സ്പോൺസർഷിപ്പിലൂടെ തിരികെ ലഭിച്ചെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഉയർന്ന ആരോപണങ്ങൾ എന്താണ്, ഒപ്പം അതിൻ്റെ വസ്തുത എന്താണ് എന്ന്. ഉയർന്ന ആരോപണങ്ങൾ ഇവയാണ്. നടത്തിപ്പിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെയാണ് ഈ കാര്യങ്ങൾക്ക് തുടക്കം. സാമ്പത്തിക സുതാര്യതയില്ലെന്നും കൃത്യമായ കണക്കും ബില്ലുകളും ഇല്ല എന്നുമാണ് ആ റിപ്പോർട്ടിലുള്ളതെന്ന് പറയുന്നു. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം നൽകിയത് ടെൻഡർ ഇല്ലാതെയാണ് എന്ന് പറയുന്നതായിട്ട് വാർത്തയുണ്ട്. 10% അധിക തുകയ്ക്ക് കരാർ നൽകിയത് ഊരാളുങ്കലിൻ്റെ സഹസ്ഥാപനമായ ഇവന്റ് കമ്പനിക്കാണ് എന്ന് പറയുന്നു. ഉപകരാറുകൾ ഒന്നും ഓഡിറ്റിങ്ങിന് ഹാജരാക്കിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത്. 2 ലക്ഷത്തിനുള്ള കലാപരിപാടികൾ തീരുമാനിച്ചെങ്കിലും 8 ലക്ഷം രൂപ ചെലവാക്കി എന്നതിൽ പറയുന്നുണ്ട്. 2 കോടിയുടെ സ്പോൺസർഷിപ്പ് വരുമാനം അവ്യക്തമാണെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാണ് കാണുന്നത്. കണക്കുകളിൽ GST നമ്പർ വെച്ചിട്ടില്ലാത്തതിനാൽ ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാകും എന്ന് പറയുന്നു. ചെലവഴിച്ചത് 3 കോടി മാത്രമാണെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ തുക പൂർണ്ണമായും സ്പോൺസർഷിപ്പ് ലഭിച്ചു, അഡ്വാൻസായി എടുത്ത തുക അതുകൊണ്ട് തന്നെ തിരികെ നൽകുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണമായിട്ടുള്ളത്. അഡ്വാൻസ് തുക ദേവസ്വം ബോർഡിന് തിരികെ ലഭിച്ചു എന്ന നിയമസഭയിലെ മറുപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം മന്ത്രി VN വാസവനും. അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ കോടികളുടെ കൊള്ള നടന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ആരോപണം. കാണാൻ പറ്റും. ഇല്ല, അതിലൊരു തെറ്റുമില്ലല്ലോ. 17/10/2025 തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യം അവരെഴുതി തന്നു, അത് ശരിയാണ്, കണക്കിലും പറയുന്നുണ്ട്. പിന്നെന്തിനാ ഞാൻ ചോദിക്കുന്നത്? ആ പറഞ്ഞതിലൊരു തെറ്റുമില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. എല്ലാം കാലിയാക്കിക്കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോകുന്ന പോക്കാണ്. കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. അതാണ് ഹർഷ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് രാവിലെ വാർത്ത വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഇതെന്താണ് ഇതിങ്ങനെ എന്നൊരു തോന്നലുണ്ടായതാണ്. എന്താ ഹർഷ ഇത് ടോട്ടൽ ഈ ദിവസം കഴിയുമ്പോൾ തോന്നുന്നു? ഇതിൽ അവ്യക്തമായ കുറേ വിഷയങ്ങളുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വന്ന വാർത്ത, ഇപ്പം രാവിലെ മാതൃഭൂമി പത്രത്തിൽ കണ്ടതോ പിന്നീട് ചില ചാനലുകളിൽ ആദ്യഘട്ടത്തിൽ വന്നതോ ആയ രീതിയിലല്ല ആ വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അവ്യക്തതയുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഊരാളുങ്കലിന് വേണ്ടി ഈ പരിപാടി ചെയ്ത ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ആ കണക്കിൽ ഏതാണ്ട് 7 കോടിക്ക് മുകളിൽ ചിലവായിട്ടുണ്ട്, 7 കോടി എന്ന് കണക്കാക്കാം, ചിലവായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുണ്ട് 3 കോടി ക്ക് മേൽ ആണ് പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ദേവസ്വം കമ്മീഷണർ കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്ന തുക 4.5 കോടിയും GST എന്നതാണ്. ഈ കണക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ അവ്യക്തമായ ചില വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതിനെ ഈ വാർത്തയെ പ്ലേസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം നടക്കാത്ത പരിപാടിക്ക് 7 കോടി 8 കോടി കൊടുത്തു എന്നൊക്കെ ഉള്ള മട്ടിലുള്ള ആ പരാമർശങ്ങളിൽ യഥാർത്ഥത്തിൽ കഴമ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാതെയാണ് നടക്കാത്ത പരിപാടിയുടെ പേരിൽ 8 ലക്ഷത്തിൻ്റെ ബില്ല് എന്ന് പറയുന്നത്. ആ വാർത്ത ഇപ്പം നന്ദഗോവിന്ദം എന്നാണ്, അതായത് നന്ദഗോവിന്ദം ഭജൻസിന് പകരം നടന്നത് മറ്റൊരു സംഘത്തിൻ്റെ ഭക്തിഗാന സദസ്സ് എന്നാണ് ഈ വാർത്ത. അത് ആണ് ഇഷാൻ ദേവിൻ്റെ പരിപാടിയാണ് നടന്നിരിക്കുന്നത്.
അപ്പോൾ നടക്കാത്ത പരിപാടിയുടെ പേരിൽ 8 ലക്ഷത്തിൻ്റെ ബില്ല് എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? മറ്റൊരു പരിപാടി അവിടെ നടന്നു. അതായത് പ്രപ്പോസലിൽ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി നടത്തണം എന്നുള്ളതാണ്. അത് 2 ലക്ഷം രൂപയാണ് അവരുടെ ഈ പാട്ടിന് അവർ ഉൾക്കൊള്ളിച്ചിരുന്നത് ഈ തുകയായിട്ട്. ആ പരിപാടിക്ക് അവർക്ക് വരാൻ പറ്റിയില്ല. അവർക്ക് വരാൻ പറ്റാത്തതിന് കാരണം അവർക്ക് വരാൻ പറ്റില്ലെന്ന് അറിയിച്ചു. തൃശ്ശൂരിൽ അവർക്ക് ആ ദിവസം വേറെ പരിപാടിയുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്താണ് സംഭവിക്കുക? മറ്റൊരു പരിപാടി ഇവർ ആലോചിച്ചു. അങ്ങനെ ഇഷാൻ ദേവിൻ്റെ പരിപാടി അവിടെ വെച്ചു. ഇഷാൻ ദേവിൻ്റെ പരിപാടി എന്ന് പറയുന്നത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി പോലെയല്ല, കുറേ കൂടി ലൗഡായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് തത്വമസി എന്ന പേരിലാണ് ആ പരിപാടി അവതരിപ്പിക്കുന്നത്. 10-25 കലാകാരന്മാർ വന്നിരിക്കുന്നു. വലിയ സ്റ്റേജ് ഷോ. നമ്മളൊക്കെ എല്ലാ ചാനലുകളും ഈ എഴുതുന്ന പത്രങ്ങളും സ്റ്റേജ് ഷോകൾ നടത്താറുണ്ട്. എത്ര രൂപ ചിലവാകും എന്നുള്ളതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇഷാൻ ദേവിൻ്റെ പരിപാടിക്ക് അവർ ഈടാക്കുന്നത് 8 ലക്ഷം രൂപ. ആ തുകയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ തുകയെ നടക്കാത്ത പരിപാടിക്ക് കൊടുത്ത തുക എന്നെങ്ങനെയാണ് ഒരു പത്രത്തിന് എഴുതാൻ പറ്റുക? എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും. അത് ശരിക്കും കാരണം ഈ സമയത്ത് വല്ലാതെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ഭജന സംഘമാണ് ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസ്. നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആണ്. പല താല്പര്യങ്ങളും അതിനോട് ചേർത്ത് വെച്ച് പലരും പറയാറുണ്ടെങ്കിലും ഞാൻ നോക്കുമ്പോൾ ഒരു ഭജന സംഘം ആ നിലയ്ക്ക് ഇങ്ങനെ നല്ല പരിപാടിയാണ്, അമ്പലങ്ങളിലൊക്കെ നടത്തുന്നു. മാത്രമല്ല നമുക്കൊക്കെ നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന പല പാട്ടുകളുമാണ്. ഈ പറയരുതേ രാധ അറിയരുതേ എന്നുള്ള പാട്ടൊക്കെ ആ പാട്ടൊക്കെ ഇവരിങ്ങനെ ഇരുന്ന് പാടുമ്പോൾ നമുക്ക് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അടിക്കും. ഈ പാട്ടുകളൊക്കെ പാടുന്ന ഒരു സംഘം. പക്ഷേ മറ്റത് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ഇതിപ്പോൾ കുറച്ച് പേര് നേരത്തെ ഈ ചെറിയൊരു പരിപാടി എന്ന മട്ടിലെ അവർ തന്നെ അതിനെ അവതരിപ്പിക്കുന്നത്. അതിന് ലാളിത്യമാണ് അതിൻ്റെ ഒരു മുഖമുദ്ര. പക്ഷേ അപ്പുറത്ത് ലൗഡായിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയാണ് അവിടെ നടന്നത്. അതിന് 8 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നടക്കാത്ത പരിപാടിക്ക് കൊടുത്ത പൈസയാവുക? ഇതൊരു മിനിമം ബുദ്ധി വെച്ച് ആലോചിച്ചാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്ത് പറയാം ഈ പൊരുത്തക്കേടുകളുണ്ട്. ഈ കണക്കിൻ്റെ കാര്യത്തിലുള്ള പൊരുത്തക്കേടുകൾ ഇങ്ങനെയാണ്. അതായത് ഈ 3 പേര് പറയുന്നത് 3 കണക്കാണ്. അതിലെന്താണ്, ആരാണ് ഇപ്പോൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറാണോ, ആരാണ് ഈ കാര്യത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത്? അല്ലെങ്കിൽ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണോ ഇതിനകത്ത് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് എന്നൊക്കെയുള്ളത് അന്വേഷിക്കാൻ വേണമെങ്കിൽ. പിന്നെ ഒരു കാര്യത്തിൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പോൾ ഈ പണം തിരിച്ചു, ദേവസ്വം ബോർഡ് ചിലവാക്കിയ പണം തിരിച്ചു വന്നു എൻ വാസവൻ പറഞ്ഞല്ലോ. ആ പണം തിരിച്ചു വന്നു എന്ന് തന്നെ നമുക്ക് തൽക്കാലം കരുതാം. അതിന് കാരണം എന്താണ്? ഈ ഇത്തരം പരിപാടികൾ നടത്താൻ വേണ്ടി ഒരു മതപരമായ ചടങ്ങുകളും പരിപാടികളും നടത്താൻ വേണ്ടിയിട്ടൊരു ഹെഡിലൊരു തുക 3 കോടി രൂപയാണ് എടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്. 3 കോടി രൂപ സ്പോൺസർഷിപ്പായി എന്തായാലും കിട്ടിയിട്ടുണ്ടെന്ന് വിവരാവകാശം ന്യൂസ് മലയാളത്തിനുണ്ട്. ഇത് 3 കോടി രൂപ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ആ 3 കോടി രൂപ വന്ന സ്പോൺസർഷിപ്പിൽ വന്നിട്ടുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് തിരിച്ചടയ്ക്കാനായിരിക്കും ആദ്യഘട്ടത്തിൽ അവർ വിനിയോഗിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നത്. കാരണം എന്താണ്? ഈ പൈസ എടുത്തുകൊണ്ട് പോരുന്നത് കോടതി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ വന്ന ആദ്യ തുക മിക്കവാറും അവിടേക്ക് തന്നെ പോയിട്ടുണ്ടാവാം ഞാൻ കരുതുകയാണ്. പക്ഷേ മാത്രമല്ല ഈ വന്നിരിക്കുന്ന ആളുകൾക്ക്, കലാകാരന്മാർക്ക് മുഴുവൻ തുകയും കൊടുത്തിട്ടില്ല എന്നുള്ള വിവരം നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇഷാൻ ദേവിന് കൊടുത്തിരിക്കുന്നത് 8 ലക്ഷത്തിൽ 4 ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ. അപ്പുറത്ത് 28 ലക്ഷത്തിൻ്റെ പരിപാടി വിജയ് യേശുദാസിൻ്റെ നടത്തിയിട്ടുണ്ട്. അതിന് ഏതാണ്ട് 18 ലക്ഷം എങ്ങാണ്ടാണ് ഇപ്പോൾ തൽക്കാലം കൊടുത്തിരിക്കുന്നത്. ഏകദേശ കണക്കാണ് കേട്ടോ, കണക്കുകൾ ഇനിയും വരാനുണ്ട്. ഇങ്ങനെ അവ്യക്തമായ ചില തലങ്ങളുണ്ട്. പിന്നെ തിടുക്കപ്പെട്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് മറ്റ് എന്തെങ്കിലും കൊറീസ് ഇവരോട് ഇതിൽ ഉൾപ്പെട്ട കക്ഷികളോടെല്ലാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ കുറയിട്ട് വിവരങ്ങളെടുത്ത് വേണമല്ലോ ഓഡിറ്റ് ചെയ്ത് ഈ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ. പക്ഷേ അത്തരത്തിലൊരു കുറയും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഇതിൽ ബന്ധപ്പെട്ട കക്ഷികളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഈ റിനോവേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ ചാനലുകളിലും പത്രങ്ങളിലും ഈ മട്ടിൽ ചില വാർത്തകളുണ്ട്. അതായത് അതിനകത്ത് ഏറ്റവും സ്പൈസി എലമെൻ്റ് അല്ലെങ്കിൽ ഒരു സംശയമോ ഒരു ഗ്രേ ഏരിയയിലൂടെ ഒരു വാർത്തയെ അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് പ്രധാനമായും കണ്ടത്. കാരണം ഈ സംശയങ്ങളെല്ലാം വളരെ വലുപ്പത്തിൽ പറയാനിരിക്കെയാണ് നടക്കാത്ത പരിപാടിക്ക് കാശ് കൊടുത്തു എന്നുള്ള തെറ്റായ ഒരു വിവരം മാധ്യമങ്ങൾ കൊടുത്തത്. പ്രത്യേകിച്ച് മാതൃഭൂമി പത്രത്തിൻ്റെ 1ാമത്തെ പേജിൽ വന്നത്. പിന്നെ ഒരു കാര്യമുള്ളത് എവിടെയാണ്? മുഖ്യമന്ത്രിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളുടെ കട്ടിൽ മേടിച്ചു എന്നുള്ളത്. ആ ഒരു ഹെഡിൽ ഇതിനകത്ത് കാര്യങ്ങൾ വന്നിട്ടില്ല. അവിടെ ഒരു ചീഫ് എഞ്ചിനീയറുടെ മുറി നവീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തലേദിവസം തന്നെ അവിടെ വന്ന് തങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചെലവുകളാണോ ഇവർ ഈ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത പറയണം. മാത്രമല്ല ഇപ്പോൾ ബെഡുകൾ മെത്ത മേടിച്ചു എന്ന് പറയുന്നത്, മെത്ത മേടിക്കാനുള്ള അവിടെ ഈ ഒരു മെത്തയ്ക്കല്ല ഈ പൈസ ആയിരിക്കുന്നത്. അത് നിലയ്ക്കലുണ്ട് എന്ന് നമ്മളുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നു. ആ രീതിയിൽ
ഒരു മെത്തയ്ക്ക് വന്ന തുകയായിട്ടാണ് പല മാധ്യമങ്ങളും ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. അതിലാണ് ഒരു പ്രശ്നം. കാരണം വസ്തുതയെ മറച്ചു വെച്ചിട്ട് സംശയിക്കാവുന്ന തലങ്ങളൊക്കെ വേറെ കിടക്കുമ്പോൾ ആ വസ്തുതയെ മറച്ചു വെച്ചിട്ട് അതിന് പകരം വളരെ ഈ പറയുന്നത് പോലെ പുകയടിക്കുക എന്ന് പറയത്തില്ലേ, ആ പുകയടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ ഏതാണ്ട് ഉച്ചവരെ നടന്നതെന്നുള്ളതാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ആണ്, അത് തന്നെയാണ്. അതിനകത്ത് കുറച്ചുകൂടെ കടന്നിട്ട് ഞാൻ പറയും ഹർഷ. അതായത് ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് സർക്കാരിനെതിരായിട്ട് ചില സംഗതിയിൽ കണ്ടന്റ് ഉണ്ടാക്കുക എന്നൊരു ആലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് ഞാൻ ന്യായമായിട്ട് സംശയിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ സംശയിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഇന്നുണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. തെരഞ്ഞെടുപ്പ് കാലമാണ്, ആഗോള അയ്യപ്പ സംഗമം എന്നതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിൻ്റെ കൂടെ നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേര് കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നൊക്കെ ഒരു കണ്ടന്റ് മേക്കിംഗ് സർക്കാരിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുന്ന ആളാണ് നിശ്ചയമായിട്ടും ഞാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാവിലെ പത്രത്തിൽ ഞാൻ ഈ പത്രത്തിലെ ഇന്നലെ ഒരു പത്രത്തെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് മീൻസ് എതിർത്തുകൊണ്ടല്ലെങ്കിൽ പോലും ഈ പത്രത്തെ ആകെ പറയുകയോ വാർത്ത എഴുതിയ ആളെ ആകെപ്പാടെ തള്ളി പറയുകയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞാനതിൽ ചില പ്രശ്നങ്ങൾ പറയാം. രാവിലെ പത്രം വായിച്ചപ്പോൾ എനിക്ക് അങ്ങേയറ്റം വലിയ സംശയമായി, അതെങ്ങനെയാണ് ഈ വാർത്ത ഇങ്ങനെ വരിക. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആഗോള അയ്യപ്പ സംഗമം ആലോചിച്ചപ്പോൾ തന്നെ കേരളത്തിലെ വലിയ വിഷയമായിട്ട് മാറി. വലിയ തോതിലുള്ള ചർച്ച നടന്നു. BJPയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അതിസൂക്ഷ്മമായിട്ട് ഇതിനെ വിമർശിച്ചു. ഹൈക്കോടതിയുടെ സ്വാഭാവികയുടെ ശ്രദ്ധ അതിൻ്റെ മേൽ വന്നു. നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ പൈസക്കും കണക്ക് വേണം എന്ന് ഹൈക്കോടതിയോട് അവർ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ പണം നിങ്ങളെടുത്ത് ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ സംഗതികൾ വലിയ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണെന്ന് അറിയാവുന്ന സർക്കാരാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഈ ദേവസ്വം ബോർഡ് ഇത്രമേൽ സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ദേവസ്വം ബോർഡ് ഇങ്ങനൊരു പരിപാടി ചെയ്യുമോ? ഒരു ബജറ്റ് ഒരു ബില്ലെടുത്തിട്ട് നന്ദഗോവിന്ദം ഭജൻസ് 10 ലക്ഷം, ഹർഷൻ 25 ലക്ഷം, സനീഷ് 35 ലക്ഷം എന്ന് എഴുതി വെക്കുമോ? ഒരിക്കലും ചെയ്യില്ല. അത് കോമൺ സെൻസ് ആണല്ലോ. അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് പത്രവാർത്ത എഴുതുന്ന ആളുകളും പത്രം വായിക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കും. അങ്ങനെ ചെയ്യുകയില്ല. ഇപ്പോൾ ഈ സർക്കാരും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ കളവ് നടന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഒരുപാട് അഴിമതി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. അവരൊക്കെ ഇങ്ങനെ പച്ചക്ക് എഴുതി വെച്ചിട്ടാണോ ചെയ്യുന്നത്? അപ്പോൾ നടക്കാത്തൊരു പരിപാടി അവിടെ ഈ വെളിച്ചത്തിനകത്തല്ലേ നടക്കുന്നത്, മനുഷ്യരുടെ കണ്ണുകൾക്ക് മുമ്പിലേ നടക്കുന്നത്. അപ്പോൾ അവിടെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി നടന്നിട്ടില്ല. മോഹൻലാൽ എന്ന ആൾ അവിടെ പരിപാടിക്ക് വന്നിട്ടില്ല. മോഹൻലാൽ 25 ലക്ഷം എന്ന് എഴുതി വെക്കുക ആരെങ്കിലും? കോമൺ സെൻസ് അല്ലേ അത്? അപ്പോൾ അത് അങ്ങനെ നടന്നിട്ടേ ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. അതിനകത്ത് ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. അതായത് അവിടെ ഇപ്പോൾ ദിലീപിന്റെ പരിപാടി ബുക്ക് ചെയ്തിട്ട് ദിലീപ് വരാത്തത് കൊണ്ട് മോഹൻലാൽ പരിപാടി അവതരിപ്പിച്ചാൽ അതെങ്ങനെയാണ്? അങ്ങനെ ചെയ്യാം, ചെറുതായി പോവുക. അത് അല്ല, അതിലേക്ക് വരാം. അതായത് ഈ പറയുന്ന തരത്തിൽ അങ്ങനെ നടക്കാത്തൊരു പരിപാടിയുടെ പേരിൽ സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനൊരു സംഗതി എഴുതി വെക്കില്ല, സ്വാഭാവികമായിട്ടും. അപ്പോൾ പിന്നെ എന്താണ് ഇവർ പറയുന്ന കണക്കുകളിൽ ഹർഷൻ പറഞ്ഞ പോലെ അവ്യക്തതയുണ്ടെങ്കിൽ ആ അവ്യക്തത തിരുത്തണം. ആ കാര്യം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കണം. അത് ഈ പറയുന്ന പോലെ അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ നടക്കാത്ത പരിപാടിയുടെ പേരിൽ ബില്ല് എഴുതി വെക്കുക എന്നുള്ളത് പോസിബിളേ അല്ല. അത് ഏറ്റവും സിമ്പിളായിട്ടൊരു മനസ്സ് ഉപയോഗിച്ച് വെച്ചാൽ പോലും നമുക്കത് ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇതെന്താണ് ആ സർക്കാരിനെതിരായിട്ടുള്ളൊരു കണക്ക് ഉണ്ടാക്കാൻ. ഇപ്പോൾ നോക്കൂ, എവിടങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ഈ പറയുന്ന നന്ദഗോവിന്ദം ട്രോൾ ഉണ്ടാക്കി കഴിഞ്ഞു, നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ. അത് എന്തൊരു തരം, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതിന് കൊണ്ടുപോയിട്ട് നമ്മൾ ഞാൻ ഇന്നത്തെ ഒരു മോർണിംഗ് ഷോയുടെയാണ് ഈ മുഖ്യമന്ത്രിക്ക് മെത്ത മേടിച്ചതിനെ കുറിച്ച് ഏതാണ്ട് 5 മിനിറ്റിലേറെ ഒരു അവതാരക ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ഒക്കെ കയറി അങ്ങ് പോയി. കണ്ടന്റായി സരീഷ് പറഞ്ഞത് ശരിയാണ്, ഒരു കണ്ടന്റായി മാറി. സർക്കാരിന്റെ ഭാഗത്തുള്ള ആളുകൾ മണ്ടന്മാരല്ലോ. അതായത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്, 3ാം സർക്കാർ വേണം എന്ന് പറയുന്ന കാലത്ത് ഇത്രക്ക് നഗ്നമായിട്ട് ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തട്ടിപ്പ് ചെയ്യും എന്നാണോ ഇവർ പറയുന്നത്? അതെന്ത് തരം? അത് ഞാൻ പറയുന്നത്, നമ്മൾ പത്രക്കാരാണല്ലോ, നമുക്ക് നമ്മളുടെ ജോലിയോട് ഒരു തരം ബഹുമാനം ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ പറയുന്നത് ആളുകളോട് സത്യസന്ധയും കൃത്യവും കാര്യം. അപ്പോൾ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ശരിയായ കാര്യമാണ്. ഇത് എത്ര പെട്ടെന്ന് ആളുകൾ, പക്ഷേ അതേസമയം ഇതുപോലൊരു വലിയ ഇവൻ്റാണ്. ആ ഇവൻറ്റിനകത്ത് പൈസ ഇപ്പോൾ ഉദാഹരണത്തിന് 3 കോടി രൂപ അവരെടുത്തു എന്ന് പറയുന്നത് എന്ത് ഹെഡിലാണത്? ഹർഷൻ നേരത്തെ പറഞ്ഞു, അത് മതപരമായിട്ടുള്ള സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നൊരു ഹെഡിൽ നിന്ന് 3 കോടി രൂപ സംഘാടനത്തിനായിട്ട് എടുത്തു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ തിരിച്ചടച്ചു. അപ്പോൾ അത്രക്ക് എളുപ്പത്തിൽ വീണു പോകാവുന്ന ഒരു കാര്യത്തിനെ വെച്ചിട്ട് ഇങ്ങനെയൊരു കാര്യം ചെയ്തത് നിശ്ചയമായിട്ടും അത് നിഷ്കളങ്കമായിട്ടുണ്ടായതല്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. കൃത്യമായിട്ടും എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല. നിഷ്കളങ്കമായിട്ടുണ്ടായതല്ല. അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണെന്ന് ഞാൻ നിശ്ചയമായിട്ടും വിചാരിക്കുന്നു. എന്ന് വെച്ച് ദേവസ്വം ബോർഡിൻ്റെ കണക്കെല്ലാം കൃത്യമാണെന്നല്ല, അത് അവർ പരിശോധിച്ചോളട്ടെ. അത് ഏതെങ്കിലും പത്രമോ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ മാത്രം ചെയ്യുന്ന വിചാരിക്കില്ല കേട്ടോ. ഈ ദേവസ്വം കമ്മീഷണർ കൊണ്ടുപോയി കൊടുത്ത ഈ രേഖയിൽ പോലും എനിക്കങ്ങനെ സംശയമുണ്ട്. ഇപ്പം ഈ മാതൃഭൂമിയും മനോരമയും എല്ലാം ഇപ്പോൾ വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ, വലിയ ഇവൻറ്റുകൾ ഇവിടെ നടന്നല്ലോ. ഇപ്പോൾ ഇവൻറ്റുകൾ നടത്തുമ്പോൾ മാതൃഭൂമി ഫെസ്റ്റിവൽ നടത്തുകയാണെന്ന് കരുതുക. അവിടെ ഇപ്പോൾ
പിന്നെ എന്താണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിനെ ഉദാഹരണത്തിനെടുത്താട്ടെ, അദ്ദേഹം മരിച്ചുപോയി, പക്ഷേ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിനെ കൊണ്ടുവരാം എന്ന് അവർ തീരുമാനിക്കുന്നു. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് 5 കോടി എന്നവിടെ എഴുതി വെക്കുന്നു. പക്ഷേ മാർക്കേസിന് കിട്ടില്ല ഉറപ്പായിട്ടും എന്നുള്ളതുകൊണ്ട് അവിടേക്ക് വരുന്ന അരുന്ധതി റോയിയാണെന്ന് വിചാരിക്കുക, അത് പിന്നെ 50 ലക്ഷത്തിന് നടക്കും. അപ്പം നേരത്തെ ഈ പ്രപ്പോസലിൻ്റെ ഭാഗമായിട്ട് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്ന് എഴുതി വെച്ചതിനെ പിന്നീട് വാർത്തയായിട്ട് വരികയാണ്. ഇതാ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് പങ്കെടുത്തിട്ടേ ഇല്ല, അദ്ദേഹം ഇപ്പോൾ ജീവനോടെ തന്നെ ഇല്ല, എന്നിട്ട് ഇവരിതാ 50 ലക്ഷം രൂപ 5 കോടി രൂപ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇത് കോമൺ സെൻസുള്ള മനുഷ്യരല്ലേ പത്രം വായിക്കുകയും ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പത്രത്തെയോ അതിൻ്റെ വാർത്തയോ നിഷേധിച്ചല്ല കേട്ടോ, എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല, അങ്ങനെ പരിഹസിക്കാനായിട്ട് പറഞ്ഞല്ല. പക്ഷേ ഇതിനകത്ത് ആരെങ്കിലും അത് ചെയ്തു എന്നല്ല, പക്ഷേ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ കണ്ടന്റ് മേക്കിങ്ങിനായിട്ട് എളുപ്പത്തിൽ പൊളിഞ്ഞു പോകുന്ന സംഗതികൾ ഉണ്ടാക്കിയാൽ ഈ പറയുന്ന രാഷ്ട്രീയ ഈ നമ്മുടെ പൊതുസമൂഹ സംവിധാനങ്ങൾക്കാകെ തന്നെയും ക്ഷീണം വരികയാണ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനിപ്പിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നത് ചെലവല്ല പ്രപ്പോസലാണെന്ന് നടത്തിപ്പ് ഏജൻസി വിശദീകരിക്കുന്നുണ്ട്. തുക ലഭിച്ചിട്ടില്ല എന്ന് നന്ദഗോവിന്ദം ഭജൻസും പറയുന്നു. ഇങ്ങനെയെല്ലാം ആണെങ്കിലും ചെലവഴിച്ച തുകയുടെയും സ്പോൺസർഷിപ്പിൻ്റെയും എല്ലാം കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്ത നിരവധി ഘടകങ്ങളുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാട്ടി വിഷയം രാഷ്ട്രീയമായി ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയിൽ ഇക്കാര്യങ്ങൾ പ്രധാന വിഷയമായി ഉന്നയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കയറ്റിയതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ തുറുപ്പുചീട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്തപ്പോഴേക്കും അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുന്ന നിലയിലേക്ക് നീങ്ങി. ആ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ ആഗോള അയ്യപ്പ സംഗമം ഉയർത്തി ശബരിമല വിഷയത്തിലൂടെ തന്നെ സർക്കാരിനെ അടിക്കാനാകും പ്രതിപക്ഷ ശ്രമം. വരവെത്ര, ചെലവെത്ര, സ്പോൺസർഷിപ്പ് എത്ര, തിരിച്ചടച്ച എത്ര എന്നിങ്ങനെ കൃത്യം കണക്കുകൾ പുറത്തുവരട്ടെ എന്ന് തന്നെയാണ് RDX ആഗ്രഹിക്കുന്നത്.